കടിച്ച വരാവുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷാംശമുള്ള പാമ്പാണെങ്കിൽ നമുക്ക് പലപ്പോഴും കടിയേക്കുന്ന ഭാഗത്ത് നീർക്കെട്ടും കാര്യങ്ങളും, അതുപോലെ തന്നെ ലോക്കൽ റിയാക്ഷൻ എന്നാണ് നമ്മുടെ മെഡിക്കൽ ടേമിൽ പറയാം. നീർക്കെട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ റെഡ്നെസ്, അതോടൊപ്പം ബൈറ്റ് മാർക്സ്. ഇതാണ് നമുക്ക് പ്രധാനമായും പാമ്പ് കടിയാണോ അല്ലയോ, അത് വിഷാംശം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ അതാണ്. രണ്ടാമത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഓരോ പാമ്പിന്റെ വിഷത്തിന്റെ രീതി അനുസരിച്ചുകൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ കോബ്ര ബൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ നാഡിഞരമ്പുകളാണ് വീക്ക്നെസ്, നമ്മുടെ നാഡിഞരമ്പുകളെ ബാധിക്കുകയാണ് ചെയ്യുക. അതോടൊപ്പം അണലി വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഹീമോടോക്സിൻ ആണത്, നമ്മുടെ രക്തത്തിന്റെ പ്രവർത്തനത്തെയും മറ്റാണ് അത് ബാധിക്കുക. അപ്പോൾ ഓരോ പാമ്പിന്റെയും രീതി അനുസരിച്ചുകൊണ്ട് മറ്റുള്ള ലക്ഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ വിഷാംശം ഏൽക്കുന്ന രൂപത്തിലുള്ള കടിയാണെങ്കിൽ പലപ്പോഴും കടിച്ച ഭാഗത്ത് അവിടെ ഒരു റെഡ്നെസ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ സ്വെല്ലിങ്സ്, നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതാണ് ആദ്യമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വിഷപ്പാമ്പുകൾ ഏതൊക്കെയാണ്? നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട വിഷപ്പാമ്പുകൾ, ഒന്ന് കോബ്ര, മൂർഖന്റെ വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ. രണ്ടാമത്തത് വൈപ്പർ, അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകൾ. അണലി വിഭാഗത്തിൽപ്പെടുന്നതിൽ തന്നെ പലതരത്തിലുള്ള അണലി വിഭാഗത്തിൽപ്പെടുന്ന പാമ്പുകളുണ്ട്. അതോടൊപ്പം മൂന്നാമത്തത് ക്രൈറ്റ്, ശംഖുവരയൻ എന്ന് പറയപ്പെടുന്ന ക്രൈറ്റ് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ. അപ്പൊ ഇതാണ്, ഈ 3 തരം പാമ്പുകളാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന വിഷാംശം കുത്തിവെക്കാൻ സാധ്യതയുള്ള പാമ്പുകൾ എന്ന് പറയുന്നത്. മറ്റു തരം പാമ്പുകളെല്ലാം നോൺ വിനമസ് ആണ്. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റു തരം പാമ്പുകളെല്ലാം നോൺ വിനമസ് ആണ്. ഇപ്പൊ ഈ വിഷപ്പാമ്പുകൾ കടിച്ച ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.